വർക്കല സ്വസ്തി ജ്യോഷ്ഠ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അക്ഷയ തൃതീയയെക്കുറിച്ചാണ്. അക്ഷയ തൃതീയ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അക്ഷയ തൃതീയാ ദിനം പൊതുവെ ഭൂരിപക്ഷം ജനങ്ങളും ഹൈന്ദവരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അക്ഷയ തൃതീയാ ദിനത്തിൽ സ്വർണം വാങ്ങിയാൽ പിന്നെ അങ്ങ് സ്വർണം കുമിഞ്ഞു കൂടുമെന്നാണ്. ആ വിശ്വാസം ശരിയാണോ? അക്ഷയ തൃതീയയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ടോ? സ്വർണവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ആ ഒരു കാര്യമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ അക്ഷയ തൃതീയ എന്നാൽ എന്താണെന്ന് വെച്ചാൽ വൈശാഖ മാസത്തിലെ തൃതീയ ദിവസം അക്ഷയ തൃതീയ. തൃതീയ എന്ന് വെച്ചാൽ 3, അക്ഷയ വെച്ചാൽ ഒരിക്കലും ക്ഷയിക്കാത്തത്. ഒരിക്കലും ക്ഷയിക്കാത്ത പുണ്യം നൽകുന്ന ഒരു ദിനമാണ് അക്ഷയ തൃതീയ. അന്ന് ബലരാമ ജയന്തിയാണ്, അന്ന് പരശുരാമ ജയന്തിയാണ്, അന്ന് അന്നപൂർണേശ്വരിയുടെ ജയന്തിയാണ്. ഇങ്ങനെ ഈ 3 ദേവതാ സങ്കല്പങ്ങളുടെ ജയന്തി, ജന്മദിനവും ജന്മദിനം എന്നല്ല, അവതാര ദിനം എന്നാണ് പറയുന്നത്. അവതാര ദിനമായിട്ടുള്ള ഈ പ്രത്യേക അക്ഷയ തൃതീയ എന്നുള്ള ദിവസം അന്ന് ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ എന്താണോ അതിൻ്റെ പുണ്യം ഒരിക്കലും ക്ഷയിക്കില്ല. അതാണ് അക്ഷയ തൃതീയ എന്ന് പറയുന്നത്. അന്ന് സ്വർണം ദാനം കൊടുത്താൽ അതിനൊരു പുണ്യമുണ്ട്, അതൊരിക്കലും ക്ഷയിക്കാത്തതായിരിക്കും. അല്ലാതെ കടയിൽ നിന്ന് സ്വർണം വാങ്ങി വീട്ടിൽ വെച്ചാൽ അവിടെ ഒരുപാട് സ്വർണം കുമിഞ്ഞു കൂടുമെന്നുള്ള വിശ്വാസം ഹൈന്ദവാചാരത്തിലില്ല. അതൊക്കെ ഒരു കച്ചവട താല്പര്യത്തിൽ മാത്രം പെടുന്നതാണ്. അക്ഷയ തൃതീയാത്തിൽ സ്വർണം വാങ്ങാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ആരും തന്നെ ഒരു സ്വർണ്ണക്കടയിലിട്ടും പോകേണ്ട കാര്യമില്ല. സ്വർണം വാങ്ങി എന്ന് വെച്ചിട്ട് നിങ്ങൾക്കൊരു ഉപയോഗവും ഇല്ല. സ്വർണം വാങ്ങിയത് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗുണമില്ല. സ്വർണത്തിൻ്റെ ഒരു മൂല്യമുണ്ട്, അതിൻ്റെ ഉപയോഗം കാണുമായിരിക്കാം. അതിലുപരി നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അക്ഷയമായ സ്വർണം കയറി വീട്ടിൽ വരും എന്നുള്ള ഉപയോഗം, അങ്ങനെ ഒരു ധാരണ നിങ്ങൾക്ക് വേണ്ട. അങ്ങനെയൊന്നുമില്ല. ആ അക്ഷയ തൃതീയ ദിനത്തിൽ നിങ്ങൾക്ക് ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ദാനം നൽകുക. വേണ്ടപ്പെട്ടവർക്ക് അന്നമായിട്ടാണെങ്കിലും വസ്ത്രമായിട്ടാണെങ്കിലും ദാനം നൽകുക. അന്നം, വസ്ത്രം, പിന്നെ ഒരു വ്യക്തിക്ക് എന്താണോ അത്യാവശ്യമായിട്ട് വേണ്ടത് ആ കാര്യങ്ങൾ, ഭൗതിക സുഖത്തിൽ എന്താണോ ആവശ്യം തന്നാൽ ഒക്കുന്ന രീതിയിൽ ദാനമായി നൽകുക ഏറ്റവും വിശേഷപ്പെട്ടതാണ്. അന്ന് നിങ്ങൾ നൽകുന്ന ദാനത്തിൻ്റെ പുണ്യം ഒരിക്കലും ക്ഷയിക്കില്ല. നിങ്ങൾക്കും നിങ്ങളുടെ വരുന്ന തലമുറയ്ക്കും അത് എന്നും ഉപയോഗപ്പെടുന്ന രീതിയിലായിരിക്കും. അതുപോലെ ഈ അക്ഷയ തൃതീയ എന്ന് വെച്ചാൽ പൊതുവെ നല്ല വേനലുള്ള ആ സമയത്താണ് വരുന്നത്, ഗ്രീഷ്മ ഋതുവില വരുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കാണെങ്കിൽ തന്നെയും ദാഹിക്കുന്ന ജലം നൽകുക, വസ്ത്രം നൽകുക, കുട നൽകുക, വിശറി നൽകുക, ഇങ്ങനെയുള്ള ആചാരങ്ങൾ കേരളത്തിലെ ബ്രാഹ്മണ സമൂഹത്തിനിടയിൽ തന്നെ ഉണ്ട്. അക്ഷയ തൃതീയ ദിനത്തിൽ നമ്പൂതിരിമാരുടെ ഇല്ലങ്ങളിൽ അവർ വേണ്ടപ്പെട്ടവർക്ക്, യോഗ്യതപ്പെട്ടവർക്ക്, അർഹതപ്പെട്ടവർക്ക് വിശറിയും കുടയും അതുപോലെ ചെരുപ്പും ജലവും ഒക്കെ ദാനം നൽകിയിട്ട് മാത്രമേ അവർ ജലപാനം കഴിക്കുകയുള്ളൂ. അവർ വീട്ടിൽ എന്തെങ്കിലും കഴിക്കുന്നതിന് മുന്നേ ഇതെല്ലാം ചെയ്ത് അവരെ തൃപ്തിപ്പെടുത്തിയിട്ട് മാത്രമേ ഇതൊക്കെ ചെയ്യുള്ളായിരുന്നു. അങ്ങനെ ഒരു ആചാരമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അന്ന് ചെയ്യുന്ന ആ പ്രവൃത്തിയുടെ ഫലം അക്ഷയമാണ്, ഒരിക്കലും നശിക്കാത്തതാണ്, എന്നും നിൽക്കുന്നതാണ്. അതാണ് അക്ഷയ തൃതീയയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത. സ്വർണം വാങ്ങുന്നവർ വാങ്ങിക്കുള്ളൂ, പക്ഷെ ഒരിക്കലും അന്ധമായിട്ട് സ്വർണം കുമിഞ്ഞുകൂടും എന്നുള്ള വിചാരത്തോടു കൂടി വാങ്ങണ്ട. അങ്ങനെ ഒരു നിഷ്ഠയോ അങ്ങനെ ഒരു ആചാരമോ യഥാർത്ഥത്തിൽ ഹൈന്ദവരുടെ ഇടയിലില്ല. പിൽക്കാലത്ത് പലരും തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്തത് മാത്രമാണ്. പക്ഷെ ആ ദിവസം നൽകുന്ന സൽക്കർമ്മങ്ങൾക്ക്, ആ ദിവസം അനുഷ്ഠിക്കുന്ന സകല സൽക്കർമ്മത്തിനും മറ്റേത് ദിവസം ചെയ്യുന്നതിനേക്കാളും കൂടുതലുള്ള ഫലം ഉണ്ടാകും. അന്ന് ചെയ്യുന്ന ക്ഷേത്ര ദർശനത്തിന് കൂടുതൽ ഫലം ലഭിക്കും. അന്നുള്ള പുണ്യസ്നാനം, അത് സമുദ്രസ്നാനമാണെങ്കിലും നദിയുടെ സ്നാനമാണെങ്കിലും വളരെ വിശേഷപ്പെട്ട ഫലം നൽകും. അന്ന് ചെയ്യുന്ന മഹാക്ഷേത്ര ദർശനങ്ങൾക്ക് വിശേഷപ്പെട്ട ഫലം ഉണ്ടാകും. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വ്യാപൃതരാകുക, അതാണ് വേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. വർക്കല സ്വസ്തി ജ്യോഷം യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.